ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നാമത്തെ കാര്യം അവരെന്തിനാണ് ഒരു 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 എന്താ പറയുക ഒരു ദുർബലമായ ചൈൽഡിഷ് ആകുന്നതിനാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇത്രയും മെച്യൂർഡായിട്ടുള്ളൊരു പദവിയിൽ ഇരിക്കുന്നയാളല്ലേ, എന്തിനാണ് അവർ ചൈൽഡിഷ് ആകുന്നത്? എന്താ ഞാൻ ചോദിക്കുന്നത്, അവരെന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഡിമാൻഡ് എന്താണ്? 700 രൂപയാക്കി ഒരു ദിവസത്തെ വേതനം മാറ്റണം. LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ദൈനംദിന കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? നമ്മുടെ പാലക്കാട്ടൊക്കെ 800-850 രൂപ കിട്ടും അല്ലേ? കൂലിപ്പണിക്ക് പോയാൽ 850 രൂപ കിട്ടുന്ന നാട്ടിൽ 232 രൂപ കൊണ്ട് ആശാവർക്കർമാർ ജീവിക്കണം എന്നുള്ളൊരു ധാർഷ്ട്യമാണിത്. ഇനിയും അതിൻ്റെ അവരുടെ ഒരു വാദത്തിനകത്ത് ഒരു വിദണ്ഡ വാദവുമായിട്ട് അവർ പോകുമ്പോൾ ഇനി സിക്കിമിനെ പറ്റിയ ചർച്ചയെങ്കിൽ മന്ത്രി ആ തെളിവ് പുറത്തു വിടട്ടെ. തെളിവ് പുറത്തു വിടുമ്പോൾ നമുക്ക് അടുത്ത ഡിബേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ പാർലമെൻറ്റിനെ എങ്ങനെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അതിനേതെങ്കിലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ബാക്കി എല്ലാത്തിനും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താം. ഞാൻ SUCയുടെ നാവാണെന്ന് പറയാം, എനിക്ക് വിഷയത്തെപ്പറ്റി അറിയില്ല എന്ന് പറയാം. ശരി, എല്ലാം അറിയുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആ തെളിവ് പുറത്തു വിടട്ടെ. ആരാണ് പറഞ്ഞത്? ഇപ്പോൾ മൂന്ന് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്ന ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി. 2, സിക്കിം സർക്കാരിൻ്റേതായി വന്ന ഉത്തരവ്. 3, ഇതിപ്പം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ അവർ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ സ്ട്രെസ് ചെയ്യാത്തത്. എങ്കിൽ പോലും ഒരു മാധ്യമം, കേരളത്തിൽ വലിയ പ്രചാരമുള്ളൊരു മാധ്യമം ഒരു പ്രോഗ്രാം ഓഫീസറെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയല്ലേ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി ആ തെളിവ് പുറത്തു വിടട്ടെ. നന്നായി അറിയുന്ന മന്ത്രി ആ പാവങ്ങളുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ലെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഇനിയും എനിക്കറിയില്ല എന്ന് സ്ഥാപിച്ചാലാണ് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു ഈഗോയും ഇല്ല. എല്ലാം അറിയുന്ന മന്ത്രിക്കാണല്ലോ. സത്യമാണ്, ആശാവർക്കർമാർ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ്. എനിക്ക് ഭാഗികമായിട്ടേ അറിയുള്ളൂ, കാരണം ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയൊന്നുമല്ലോ. ആ ഭാഗികമായിട്ട് അറിയുന്ന എനിക്ക് ബോധ്യമുണ്ട് 232 രൂപ അവർക്ക് കിട്ടിയാൽ പോരാ എന്ന്. ആ എല്ലാം അറിയുന്ന മന്ത്രി അവർക്ക് 700 രൂപയാക്കി കൊടുക്കുക, പ്രശ്നം തീർക്ക്. എന്തിനിങ്ങനെ ഫോൾസ് ഈഗോ? ഇത്ര ഈഗോയിസ്റ്റിക് ആകാൻ പാടുണ്ട് ഒരു മനുഷ്യൻ? അല്ല, നാട്ടുകാരിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചോദ്യം. എന്താണ് അവർ എനിക്ക് 3 ദിവസമായി മന്ത്രിയുടെ ഇടപെടലിലൂടെ എനിക്ക് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് ഇതുവരെ കൺവിൻസ്ഡ് ആയിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. എന്താണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ആശാ വർക്കർമാർക്ക് 232 രൂപ മതി എന്നാണോ? കൂട്ടിക്കൊടുക്കാമെന്നാണെങ്കിൽ അവിടെ വെച്ച് വിഷയം തരികയല്ലേ, അവരുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നാൽ പോരെ. അതല്ല എങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമുക്കൊരു 7000 രൂപ ബക്കറ്റ് ഉരുവ് നടത്തി കൊടുക്കുക. ആ 7000 രൂപ കൊണ്ട് അവരൊരു മാസം ജീവിച്ച് കാണിക്കണം, എല്ലാ ചിലവും നോക്കി. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും പറ്റുന്നില്ല എങ്കിൽ, ശ്രീമതി വീണ ജോർജിന് പറ്റുന്നില്ല എങ്കിൽ കേരളത്തിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ആർക്കും കഴിയില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, 232 രൂപ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? കേരളത്തിൽ ഇത്രയും വിലവർദ്ധനവുള്ളൊരു സംസ്ഥാനത്ത്, ഒരു കേരളം പോലും കൺസ്യൂമർ സ്റ്റേറ്റ് നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയാത്ത സാധു മനുഷ്യന്മാർക്ക് കഴിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നതിന്. അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഫോൾസ് ഈഗോ പിടിക്കണം. അല്ല, ഒഫീഷ്യലി ഇപ്പോൾ ഞാൻ സിക്കിമിൻ്റെ വക്താവല്ല. നമ്മുടെ കൺമുന്നിൽ 2 തെളിവുകളും ഒരാളുടെ കോട്ടും കിടപ്പുണ്ട്. ഒരാൾ പറഞ്ഞതായിട്ട്, അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞതായിട്ടുള്ള വാർത്തയും കിടപ്പുണ്ട്. തിരിച്ച് ശ്രീമതി വീണ ജോർജ് പറയുന്നതിൻ്റെ മറുപടി എന്താണ്? പല സ്റ്റേറ്റുകളുടെയും ഇത്തരത്തിലുള്ള പല സൈറ്റുകളും അപ്ഡേറ്റഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് മാത്രമല്ലല്ലോ നമ്മളൊരു ആധികാരികമായിട്ട് എടുക്കുന്നത്. സർക്കാരിൻ്റെ ഉത്തരവ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. പോട്ടെ, ഇന്ത്യൻ പാർലമെൻറ്റിൽ സിക്കിം സർക്കാർ വെറുതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് കൊടുക്കൂ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഇന്ത്യയുടെ പാർലമെൻറ്റിലെ ചോദ്യങ്ങളും മറുപടികളും എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ആധികാരികമായ രേഖകളിലൊന്നല്ലേ? ഇവരങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്? ആന്ധ്രയെ പറ്റി സംസാരിക്കുക, ബംഗാളിനെ പറ്റി സംസാരിക്കുക. എന്താ സംസാരിക്കാത്തത്? ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുക. ഞാൻ നിയമസഭയിലും പറഞ്ഞല്ലോ, എന്തിനാണ് ഇവർ ഏത് വിഷയം വന്നാലും നമ്മളെക്കാൾ ദുർബലമായ കുറച്ച് സംസ്ഥാനങ്ങൾ, നമ്മളെക്കാൾ കുറച്ച് പിന്നിലുള്ള സംസ്ഥാനങ്ങളെ വെച്ചിട്ട് അവരെക്കാൾ നമ്മൾ മുന്നിലാണെന്ന് പറയുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ആർക്കാണ് അതിൻ്റെ മെച്ചം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ, ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ
ലഹരി പദാർത്ഥങ്ങളുടെ അതിപ്രസരത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ പറയുന്നത് ടെക്സാസിൽ തോക്കെടുത്ത് വെടിവെച്ചു, അതുകൊണ്ട് ഷഹബാസിൻ്റെ കുടുംബത്തിന് പരിഹാരമാകൂ. ടെക്സാസിൽ ആരോ തോക്കെടുത്തു എന്നുള്ളതുകൊണ്ട് ഷഹബാസിൻ്റെ കുടുംബത്തിന് പരിഹാരമാകും. ഇവിടെ തോക്കെടുത്തില്ല എന്നാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം അല്ലേ? നമ്മളൊരു ദിവസം രാവിലെ പട്ടിണിയാണ്, അപ്പുറത്തെ വീട്ടിലെ ആൾ 2 ദിവസമായിട്ട് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വയർ നിറയൂ. നമ്മുടെ പട്ടിണി മാറ്റാനുള്ള മാർഗ്ഗം എന്തെങ്കിലും സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? അത് പറ. ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി.